ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സി ബാൻഡിൻ്റെ വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ എന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം, പുൽപ്പറ്റ എന്ന് പറയുമ്പോൾ കിഴിശ്ശേരി മഞ്ചേരി റൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് പുൽപ്പറ്റ. ഇവിടെ നമ്മളൊരു 6 ഫീറ്റ് സിഗ്നൽ കട്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ 5G ഇഷ്യൂ കാരണം എന്നെ വിളിച്ചതാണ്. ഞാനിപ്പോൾ ഇത് വന്ന് നോക്കിയപ്പോൾ ഇതിൽ പിക്ചർ സ്റ്റില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ഗോൾഡിൻ്റെ ഒരു LNB ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർ ഗോൾഡിൻ്റെ ഈ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന ഈ LNBയിൽ ഇവർ വർഷങ്ങളായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സെറ്റ് ചെയ്ത ഒരു ഡിഷ് തന്നെയാണിത്. ഇപ്പോൾ നിങ്ങൾ മീറ്ററിൽ നോക്കിയാൽ കാണാം, പിക്ചർ സിഗ്നൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മീറ്ററിൽ കാണുന്ന പോലെ തന്നെ ടി വിയിലായാലും പിക്ചർ സ്റ്റില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ, 5G LNB. നമുക്ക് ഇന്ത്യയിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന സോളിഡിൻ്റെ 5G ഫിൽറ്റർ LNB ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ മറികടക്കാം എന്ന് നോക്കാം. ഇൻ്റൽ സാറ്റിൽ എന്ന് മാത്രമല്ല, എല്ലാ സാറ്റലൈറ്റിലും സി ബാൻഡിനെയും ഈ 5G ഇഷ്യൂ ബാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ LNB ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കാം. ഇപ്പോൾ നിലവിലുള്ള ഈ LNB സ്റ്റാർ ഗോൾഡിൻ്റെ സി ബാൻഡ് LNB ആണ്. ഇത് സിംഗിൾ സൊല്യൂഷൻ LNB ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു LNB തന്നെ ആയിരുന്നു. പക്ഷേ ഇതിൽ 5G ഫിൽറ്റർ ഇല്ലാത്തത് കാരണമാണ് പിക്ചർ സ്റ്റില്ലാവുന്നത്, സിഗ്നൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സോളിഡിൻ്റെ 5G ഫിൽറ്റർ സിംഗിൾ സൊല്യൂഷൻ LNB ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള സിഗ്നലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ LNB ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളാണെങ്കിൽ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് നമ്മൾ നേരിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഡിഷ് ആൻറ്റിന ഏകദേശം 8 വർഷം പഴക്കമുള്ളതാണ്. എങ്കിൽ കൂടിയും ഇതിൽ സിഗ്നൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചാനലുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇൻ്റൽ സാറ്റ് 66 ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റാണ് ഞാനിത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് മീറ്ററിൽ നോക്കാം. 4024 ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ഫ്രീക്വൻസി. ഇതിൽ നമുക്ക് 47-48% കിട്ടുന്നുണ്ട്. 4006 50% സിഗ്നൽ കിട്ടുന്നുണ്ട്, 50%. അതുപോലെ മറ്റൊരു ഫ്രീക്വൻസിയായ 4015 കൈരളിക്ക് 61-62% സിഗ്നൽ കിട്ടുന്നുണ്ട്. അതുപോലെ കലൈഞ്ചറിൻ്റെ TP ഇപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസിയിൽ ഒരു ഫ്രീ ചാനൽ മാത്രമേ ഉള്ളൂ, അത് 60% സിഗ്നൽ കിട്ടുന്നുണ്ട്. ജനം ടി വിക്ക് 57%. നമ്മൾ ഇൻ്റർസാറ്റ് 66 ട്യൂൺ ചെയ്യുമ്പോൾ, ഡിഷ് ട്രാക്ക് ചെയ്യുമ്പോൾ ജനം TVയുടെ ടീപ്പ് വെച്ച് വേണം ട്രാക്ക് ചെയ്യാൻ. നിലവിൽ ഈ ജനം TVയുടെ TP പുതുതായി വേറൊരു ഫ്രീക്വൻസിയിലേക്ക് മാറിയിട്ടുണ്ട്, ജനം TV. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ 5G ഫിൽറ്റർ LNBയുടെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പർ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.